വിവാദങ്ങൾക്കൊടുവിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും അടഞ്ഞുകിടക്കുന്ന മലപ്പുറം കോട്ടക്കലിലെ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികൾ തുറന്നുകൊടുക്കാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. എന്നാൽ വ്യത്യസ്ത നിയമോപദേശങ്ങളോടെയുള്ള തീരുമാനത്തിനെതിരെ LDFും BJPയും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. അഴിമതിക്കും വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കും വഴിവെക്കുമെന്നാണ് LDFിന്റെ ആരോപണം. കൗൺസിൽ യോഗത്തിൽ ഏക അജണ്ടയായിരുന്നു കടമുറികളുടെ തുടർ നടപടികൾ. നേരത്തെ ബുഷ ഷബീർ അധ്യക്ഷയായിരിക്കെ 15 ലക്ഷം രൂപ നൽകിയ നിലവിലെ കച്ചവടക്കാർക്ക് വാടക 40,000 രൂപയും 5 ലക്ഷം നൽകിയവർക്ക് 15,000 രൂപയും ഈടാക്കാനായിരുന്നു മുസ്ലിം ലീഗ് കമ്മിറ്റി നൽകിയ നിർദ്ദേശം. എന്നാൽ ഇത്രയും വലിയ തുക നൽകാൻ കഴിയില്ല എന്ന നിലപാടിലായിരുന്നു നിലവിലെ വ്യാപാരികൾ. ഇതോടെ കാര്യങ്ങൾ നിയമ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തു. വാടക ഒരു തരത്തിലും കുറയ്ക്കാൻ കഴിയില്ല എന്നും കൌൺസിലർമാർക്ക് വലിയ ബാധ്യത വരുമെന്നും നിയമോപദേശം ലഭിച്ചിരുന്നു. എന്നാൽ ഇതേ ഉപദേശകൻ നൽകിയ രണ്ടാമത്തെ നിർദ്ദേശപ്രകാരമാണ് ഭരണസമിതി പുതിയ നീക്കം നടത്തിയിരിക്കുന്നത്. ഇത് പ്രകാരം വാടക 25,000-ഉം 12,500-ഉമായി നിശ്ചയിച്ചിരിക്കുകയാണ്. പിന്നാലെ ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വലിയ വാഗ്വാദമാണ് കൗൺസിൽ യോഗത്തിൽ ഉണ്ടായത്. ഒരേ ആളുടെ രണ്ട് നിയമോപദേശങ്ങൾ വഴി വലിയ അഴിമതിക്കാണ് വിഷയം വഴിവെക്കുന്നതെന്ന് പ്രതിപക്ഷ കക്ഷി നേതാവ് T കബീർ പറഞ്ഞു. ഇത് തികച്ചും അഴിമതിക്ക് വേണ്ടിയാണ്. കോട്ടക്കലിൽ നമുക്ക് നേരത്തെ അറിയാം, ഓരോ കടമുറിയിൽ നിന്നും ഓരോ ആളുകളിൽ നിന്നൊക്കെ 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ വാങ്ങിയിട്ടുണ്ട് എന്ന് കോട്ടക്കലിൽ ജനസംസാരമുണ്ട്. അതനുസരിച്ച് അവർക്ക് വാടക കുറച്ചു കൊടുക്കുന്ന തീരുമാനമുണ്ട്. ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിഷേധം രേഖപ്പെടുത്തുക മാത്രമല്ല, ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികാരികൾക്ക് പരാതി കൊടുക്കും. ഞങ്ങൾ ഇതുമായി നിയമ നടപടി സ്വീകരിക്കും. എന്നാൽ ആദ്യഘട്ടത്തിൽ കെട്ടിടത്തിന്റെ ചെലവടക്കമുള്ള വിവരങ്ങൾ നൽകാത്തതാണ് വാടക കൂട്ടാൻ കാരണമെന്നും ഇപ്പോൾ വ്യക്തമായ വിവരങ്ങൾ നൽകിയതോടെയാണ് നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചതെന്നും ചെയർപേഴ്സൺ ഡോക്ടർ K ഹനീഷ അറിയിച്ചു. കഴിഞ്ഞ മെയ്യിൽ ഓപ്പൺ ചെയ്ത നമ്മുടെ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. കോട്ടക്കലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നമാണത്. കാരണം ജനങ്ങളുടെ വികസന കാഴ്ചപ്പാടിനെ തുരങ്കം വെക്കുന്ന രീതിയിലാണ് നമുക്കൊരു കട പോലും ഓപ്പൺ ചെയ്യാതെ ഒരു തനത് ഫണ്ട് പോലും നമുക്ക് ഉയർത്തി കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഏകദേശം 1 വർഷമാവാൻ പോവുക. നമ്മുടെ മുമ്പിൽ അതൊരു വലിയൊരു പ്രശ്നമാണ്. കാരണം അത് തീർക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നം. നമുക്ക് കടക്കാരെ കേൾക്കണം, വ്യാപാരികളെ കേൾക്കണം, അതിനപ്പുറം നമുക്ക് നിയമോപദേശം തേടണം. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ 29-ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചേർന്ന ഒരു കൗൺസിലിൽ അജണ്ട വരികയും അതിലെടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കാം, സെക്രട്ടറി അടക്കമുള്ള ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കാനും ആ സബ് കമ്മിറ്റിയിൽ നിയമോപദേശം തേടി സബ് കമ്മിറ്റി തീരുമാനിക്കുന്ന വാടക കൗൺസിലിൽ കൊണ്ടുവരാനുമായിരുന്നു തീരുമാനം. സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്ന തീരുമാനത്തിൽ വിയോജിക്കുന്നതായി 2 അംഗങ്ങളുള്ള BJPയും കൗൺസിൽ യോഗത്തിൽ വ്യക്തമാക്കി. അതേസമയം മുൻ അധ്യക്ഷയ്ക്കൊപ്പമുണ്ടായിരുന്ന 6 പേരും നിർണായകമായ കൗൺസിലിൽ ഹാജരായില്ല. പുതിയ നയത്തിനെതിരെയുള്ള പ്രതിഷേധമാണിതെന്നാണ് സൂചന. കൗൺസിൽ യോഗ തീരുമാനപ്രകാരം നടപടികൾ പൂർത്തീകരിച്ച് കച്ചവട സ്ഥാപനങ്ങൾ എത്രയും പെട്ടെന്ന് തുറന്നുകൊടുക്കാനാണ് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. മലബാർ ടൈംസ്, കോട്ടക്കൽ.